Hi everyone, this is your Minimalist Malayali and welcome to our channel. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ മിനിമലിസം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും പലരും നെറ്റി ചുളിക്കുന്നതായിട്ട് കാണാം. മിനിമലിസം എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈലാണ്. അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വരും. നമ്മൾ യൂറോപ്യൻസിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും മിനിമലിസം എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ മാത്രം മിനിമലിസ്റ്റ് ആവുള്ളൂ എന്ന്. ഒരിക്കലുമല്ല. നമ്മളുടെ മിനിമലിസം എന്നുള്ളത് നമുക്ക് എത്ര സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ 36 ഐറ്റം അല്ലെങ്കിൽ 50 ഐറ്റം അല്ലെങ്കിൽ 100 സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മിനിമലിസ്റ്റ് എന്ന് പറയൂ എന്നുള്ള മൈൻഡ് സെറ്റ് ആദ്യം മാറ്റുക. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ എത്ര സാധനങ്ങൾ വേണം എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. ഓരോരുത്തരും അവരുടേതായ ലൈഫ് സ്റ്റൈലിനനുസരിച്ചാണ് മിനിമലിസം ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഫാമിലി മൊത്തം മിനിമലിസ്റ്റ് ആയിട്ട് നമുക്ക് മിനിമലിസ്റ്റ് ആവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് മിനിമലിസ്റ്റ് ആവും എന്നുള്ളൊരു ചിന്ത മാറ്റാം. ആദ്യം നമ്മൾ നമ്മളുടെ കാര്യത്തിലും ചേഞ്ചസ് വരുത്താം. പതുക്കെ പതുക്കെ നമ്മളെ കണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉള്ളവരും ആ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടേ പോകും. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ചെന്നു, നല്ല ആളുകളുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ല ചിന്തകളിലേക്ക് വരും. അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോയാൽ തെറ്റായിട്ടുള്ള സമ്പർക്കം നമുക്കുണ്ടായാൽ നമ്മളും തെറ്റായിട്ടുള്ള വഴിയിലേക്ക് പോവും, ഡിപ്രഷനിലേക്ക് പോവും, സങ്കടങ്ങളിലേക്ക് പോവും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മളുടെ ലൈഫിൽ മിനിമലിസം ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് നമ്മളാണ്. എനിക്ക് ഇന്ന കാര്യങ്ങൾ മതി, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നോളൂ, എനിക്ക് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക. എന്നെ സംബന്ധിച്ചിടത്തോളം മിനിമലിസം ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുമ്പോൾ അത് എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല ചേഞ്ചസ് കൊണ്ടുവന്നു. അത് എൻ്റെ റിലേഷൻഷിപ്സിലായാലും ശരി, ഞാനും എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള റിലേഷനായാലും ശരി, എൻ്റെ കുട്ടികളായിട്ടുള്ള റിലേഷനായാലും ശരി, ഒരുപാട് ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് അമ്മയായ സമയം ആ ഒരു ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരുന്നു. മീൻസ് മെൻ്റലി എനിക്ക് എല്ലാം കൂടി അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ കൊണ്ടു നടക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഞങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് വന്നതാണ്, നിന്നെ കൊണ്ട് എന്ത് പറ്റാത്ത എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ എല്ലാം ചുറ്റുമുണ്ടായി. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരെല്ലാം ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്ത്, എൻ്റെ മാനസികാരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കാതെ എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് എൻ്റെ ഉറക്കം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ സാധനങ്ങളുടെ എണ്ണം കുറച്ചേ പറ്റൂ. ഞാൻ ഈ ഒരുപാട് സാധനങ്ങളൊക്കെ ഭംഗിക്കും അല്ലെങ്കിൽ വീട് ഡെക്കറേറ്റ് ചെയ്യാനും കുട്ടികൾക്കൊന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്കെന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂടിയപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയല്ല അറേഞ്ച് ചെയ്യണ്ടേ, ഇതൊക്കെ ഞാൻ തന്നെയല്ല ക്ലീൻ ആക്കണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് സാധനങ്ങൾ എടുത്ത് ബോക്സിലാക്കി മാറ്റി വെച്ചു. അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ സമയം കിട്ടി. ഇപ്പം ഞാനിന്നൊരു 6 വർഷം 7 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയുന്നത്, എനിക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേണ്ട. എൻ്റെ വീട്ടിലധികം ഫർണിച്ചേഴ്സും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ പൊടി കയറി നടക്കുക. ഞാൻ ജോലിക്ക് പോയാലും വീട് അത്യാവശ്യം വൃത്തിയിൽ കിടന്നോളും. 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വാരി ജസ്റ്റ് ഉമ്മറൊക്കെ ഒന്ന് തുടച്ചിട്ടാലും എൻ്റെ വീട് ക്ലീനാണ്. അത്യാവശ്യം പൊടിയൊക്കെ തട്ടാൻ പറ്റും. 10 മിനിറ്റ് ക്ലീനിങ് മതി. മാക്സിമം ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് പൊടി തട്ടി അത്യാവശ്യം അടിച്ചു വാരി കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലീനാക്കി ഇടാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളുടെ ലൈഫിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. എൻ്റെ ഓഫീസിലായാലും എൻ്റെ ടേബിളിൽ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒരു ട്രേയിൽ എനിക്ക് അത്യാവശ്യം വേണ്ട പെന്നും പെൻസിലും കാര്യങ്ങളൊക്കെ ഒരു ബോക്സിൽ വയ്ക്കും. അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആക്സസ് വേണ്ട കാര്യങ്ങൾ മാത്രമേ കൺമുന്നിലുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്തുണ്ടായി, എൻ്റെ ഒരുപാട് സമയം കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത് നമ്മളുടെ കിച്ചണിൽ നമ്മൾ ഒരുപാട് പുതിയ അപ്ലയൻസസ് കൊണ്ടുവന്നിട്ട് നമ്മളിതൊക്കെ എവിടെ വെക്കണേന്ന് നമ്മൾ മറന്നു പോകും. അതേസമയം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് അത്ര മതി. ചിലരുടെ വീടുകളിലൊക്കെ 3ഉം 4ഉം ചോപ്പറുകളാണ്. അല്ലെങ്കിൽ ചിലരുടെ അടുക്കളയിൽ ഒരുപാട് പല സൈസിലുള്ള കുക്കറുകളുണ്ടാവും. എന്തിനാ ഇത്രയും എണ്ണം? ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ ക്ലീൻ ആക്കണ്ടേ? അപ്പോൾ നമുക്ക് 2 ഉള്ളൂ അല്ലെങ്കിൽ 1 ഉള്ളൂ എങ്കിൽ 1 ആവശ്യം കഴിഞ്ഞ് വീണ്ടും അത് ക്ലീൻ ആക്കി വീണ്ടും ഉപയോഗിക്കും. അപ്പോൾ എന്താ ഗുണം? നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകണ്ട. അതുപോലെ തന്നെ നമ്മളിൽ ചില ആളുകളുടെ വീടുകളിൽ ഒരുപാട് പാത്രങ്ങളാണ്.
ഈ പാത്രങ്ങൾ തട്ടിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ അടുക്കള ക്ലീൻ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഇത്തിരി കുറയണം എന്നുണ്ടെങ്കിൽ, നമ്മൾ മാസത്തിലോ വർഷത്തിലോ ഒരിക്കലെങ്കിലും ഒരു ഓഡിറ്റിംഗ് നടത്തണം. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് നോക്കുക എന്ന് പറയും അല്ലേ. നമ്മളുടെ ഓഫീസുകളിലും മാത്രമല്ല ഈ കണക്കുകൾ ഓഡിറ്റിംഗ് നടത്തുന്നത്, നമ്മുടെ വീട്ടിലും നടത്തണം. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇപ്പം നമ്മൾ ആവശ്യമില്ലാതെ നമുക്ക് ഉപയോഗിക്കേണ്ടാതെ എത്ര രീതിയിൽ നമ്മുടെ വീട്ടിൽ വീണ്ടും വീണ്ടും കിടക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് അത് എങ്ങാനും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വർഷങ്ങളായിട്ട് കിടക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പം നമ്മളുടെ ഓഡിറ്റിംഗ് ചെയ്യുക. നമ്മളുടെ വീട്ടിൽ അടുക്കളയിൽ എനിക്ക് ഇത്രയും പാത്രങ്ങൾ മതി, അതിന് ഇപ്പോൾ പുതിയതായിട്ടൊരു പാത്രം കൊണ്ടുവരികയാണെങ്കിൽ പഴയത് ഏതെങ്കിലും ഒരെണ്ണടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിനുള്ള പിന്നെ അത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നമുക്ക് നാളുകൾക്ക് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഒരു ബോക്സിലാക്കി മുകളിൽ വയ്ക്കുക. ഇനി അത് ഒരുപാട് നാളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ആവശ്യക്കാർക്ക് കൊടുക്കുക, അവരുപയോഗിച്ചോട്ടെ. അപ്പം നമ്മളുടെ ഇൻറ്റേർണൽ ഓഡിറ്റിങ് അല്ലെങ്കിൽ വീട്ടിലുള്ള ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് കിച്ചണിൽ മാത്രമല്ല, ബെഡ്റൂമിലായാലും ഡൈനിങ് ഏരിയയിലായാലും എല്ലായിടത്തും ചെയ്യാം. ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും എല്ലാ സാധനങ്ങളും കൊണ്ട്, ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ബാഗ് കൊണ്ട് ഡൈനിങ് ടേബിളിൽ വയ്ക്കും, അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും കീ കൊണ്ട് ഡൈനിങ് ടേബിളിൽ വയ്ക്കും, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് ഡൈനിങ് ടേബിൾ ഷീറ്റിൻ്റെ അടിയിൽ വയ്ക്കും. ഇതൊക്കെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഈ സാധനമൊന്നും കിട്ടൂല. നമ്മളുടെ വീട് എപ്പോഴും ക്ലട്ടറായിരിക്കും. അപ്പം നമ്മൾ എല്ലാത്തിനും അതിൻ്റേതായ സ്പേസ് കൊടുക്കുക. കീകൾ തൂക്കാനായിട്ടൊരു സ്ഥലം കൊടുക്കുക. നമ്മളുടെ ഓരോരുത്തരുടെ കുട്ടികളുടെ സ്കൂൾ ബാഗാണെങ്കിൽ അവർക്കൊരു ബോക്സ് കൊടുക്കുക. എന്നിട്ട് പറയുക, നിങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ ബോക്സിലേക്ക് നിങ്ങളുടെ ബാഗ് വെച്ചോ. ബാക്കി ചോറും പാത്രമൊക്കെ തന്നെ എടുത്ത് സിങ്കിൽ കൊണ്ടിടാനായിട്ട് അവരെ ശീലിപ്പിക്കുക. കുഞ്ഞു കുഞ്ഞു ജോലികൾ നമ്മൾ അവർക്ക് കൊടുക്കുക. അവരുടെ വാട്ടർ ബോട്ടിൽ നിറയ്ക്കുക, അവരുടെ പുസ്തകങ്ങളെടുത്ത് ബാഗിൽ വയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങൾ പഠിച്ചു കൊടുത്തെടുത്ത് വയ്ക്കുക എന്നുള്ള ശീലങ്ങളൊക്കെ നമ്മൾ അവരിലേക്കും കൊണ്ടുവരാം. നമ്മളൊറ്റയ്ക്ക് ഈ ജേണിയിൽ നമ്മളൊറ്റയ്ക്ക് പോകുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും നമ്മളുടെ വീടിൻ്റെ ഡെക്കറേഷൻ മിനിമലിസ്റ്റിക് ആയിട്ടിരിക്കുക. ചിലരുടെ വീടുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടാവും, പക്ഷെ അതൊന്നും ആ സ്പേസിൽ ഒരു ഭംഗി കൂട്ടുന്നതല്ല. അതേസമയം ചിലരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വളരെ വാമായിട്ട് അല്ലെങ്കിൽ വളരെ കാമായിട്ട് ഭയങ്കര നല്ല പ്ലസൻറ്റ് സ്മെല്ലോട് കൂടിയിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം നമ്മളുടെ വീട് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഒപ്പീനിയനാണ്, നമ്മളുടെ ചിന്തയാണ്. നമ്മളുടെ ചിന്ത അനുസരിച്ച് നമുക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് പോലെ തന്നെ നമ്മളുടെ വീടിനും അതുണ്ടെന്ന് മനസ്സിലാക്കാം. മിനിമലിസ്റ്റിക് ഹാബിറ്റ്സ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി, നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതിനേക്കാൾ നിന്നൊക്കെ നമുക്ക് മാറ്റം കിട്ടും. മിനിമലിസം എന്ന് പറയുന്നത് എത്ര സാധനങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം നമുക്ക് ഒരുപാട് മെൻ്റൽ ക്ലാരിറ്റി കൊണ്ടുവരാനും മിനിമലിസം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈലിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ടോക്സിക്കായിട്ട് എന്നെ ട്രീറ്റ് ചെയ്തിരുന്ന എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ, അവരെൻ്റെ റിലേഷനാണല്ലോ, എൻ്റെ ഫാമിലി ആണല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ ഞാൻ ഇപ്പോഴും എൻ്റെ കൂടെ കൊണ്ടു നടത്തിയിരുന്നു. എത്രത്തോളം മിസ്ബിഹേവ് ചെയ്താലും എത്രത്തോളം ഡിസ്റെസ്പെക്റ്റ് ചെയ്താലും അതെൻ്റെ ഫാമിലി അല്ലേ, എൻ്റെ കുട്ടികളല്ലേ, എൻ്റെ കൂട്ടുകാരല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ കൂടെ കൊണ്ടുപോയിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നിന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കളയുന്നു. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മെൻ്റൽ പീസാണ്. അപ്പം നമ്മളുടെ മെൻ്റൽ പീസിനെ എഫക്റ്റ് ചെയ്യുന്ന ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ഞാൻ മാറ്റേണ്ടത് ആവശ്യമാണ്. അവിടെയും എൻ്റെ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ടോക്സിക് ആയിട്ടുള്ള നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാറ്റുക വഴി ഒരുപാട് നല്ല ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിനിമലിസ്റ്റിക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചുറ്റുമുണ്ടാകുന്ന ആ എൻവയൺമെൻറ്റ്, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ലോകവും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈലിൽ വന്നതുകൊണ്ട് മാറി എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.